എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും ക്ലബ് മലയാളത്തിൻ്റെ മറ്റൊരു കുക്കിംഗ് വ്ളോഗിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ഉരുളക്കിഴങ്ങും റവയും ഉപയോഗിച്ചുള്ളൊരു വിഭവമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഒരു സ്നാക്സ് ആണ്. അപ്പോൾ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കുന്ന ഒരു വിഭവമാണിത്. അപ്പോൾ എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നത്, എന്തൊക്കെയാണ് അതിന് വേണ്ടത് എന്നൊക്കെ നമുക്ക് നോക്കാം. ഇനി നമുക്ക് ഇത് എങ്ങനെയാണ് ഉണ്ടാക്കണേന്ന് നോക്കാം. അതിനായിട്ട് ഞാൻ 2 വലിയ ഉരുളക്കിഴങ്ങ് പുഴുങ്ങി ചെറുതായി പൊടിച്ചു വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് 1 കപ്പ് റവ, വറുത്തതായാലും കുഴപ്പമില്ല, വറുത്തില്ലെങ്കിലും കുഴപ്പമില്ല, ഇത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഒരു വലിയ സവാള ചെറുതായി അരിഞ്ഞെടുത്തത് അതും ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. സവാള ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് 1/2 കപ്പ് തേങ്ങ ചിരകിയത് ഇട്ട് കൊടുക്കാം. ഇനി കുറച്ച് മല്ലിയില അത് ചേർത്ത് കൊടുക്കാം. എരിവിനായിട്ട് ഞാൻ 2 വലിയ പച്ചമുളക് ചെറിയ പീസുകളാക്കിയിട്ടുണ്ട്, അതിട്ട് കൊടുക്കാം. എരിവ് നിങ്ങൾക്ക് കൂട്ടണമെങ്കിൽ കൂട്ടാം കേട്ടോ. 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, പിന്നെ 1 ടീസ്പൂൺ ജീരകം, ചെറിയ ജീരകം, വലിയ ജീരകമല്ല കേട്ടോ, ചെറിയ ജീരകം, അതിട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് വെള്ളമല്ല ചേർക്കണത്, ഇതിൽ കട്ടത്തൈര്, അധികം പുളിയില്ലാത്ത കട്ടത്തൈര് കുറച്ച് ചേർത്ത് കൊടുക്കാം. വെള്ളം ചേർക്കാതെയാണ് കുഴക്കുക, അപ്പോൾ അതിന് പകരമാണ് തൈര് ചേർക്കണത്. ഇനി ആ തൈരിൻ്റെ പുളിപ്പൊന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി കുറച്ച് പഞ്ചസാര ആഡ് ചെയ്യാം. ഇനി ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇനി ഇതെല്ലാം കൂടി കൈ കൊണ്ട് നല്ലോണം കുഴച്ചെടുക്കാം. ഞാനെല്ലാം കൂടി കുഴച്ച് ഈ പരുവത്തിലാക്കി എടുത്തിട്ടുണ്ട്. നമുക്ക് വെള്ളം ചേർക്കാത്ത കാരണം കൊണ്ട് നമുക്ക് തൈരാണ് ഇതിൽ വെള്ളം ആയിട്ട് ഉപയോഗിച്ചേക്കണത്. അപ്പോൾ അതുകൊണ്ട് ഇത്തിരി ലൂസായില്ലെങ്കിൽ വീണ്ടും തൈര് ചേർത്ത് തന്നെ ഇത് ലൂസാക്കി എടുക്കണം, അല്ലാണ്ട് വെള്ളം ചേർക്കാൻ പാടില്ല. അപ്പോൾ നല്ലോണം ഉരുളക്കിഴങ്ങൊക്കെ നല്ലോണം പൊടിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് ഓരോരോ വടകളുടെ ഷേപ്പിലാക്കിയിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഇങ്ങനെ ബോളുകളാക്കി എടുത്ത് ഇങ്ങനെ കയ്യിൽ വെച്ച് പതുക്കെ വടയുടെ ഷേപ്പിൽ പരത്തിയെടുത്ത് നമുക്ക് എണ്ണയിലിട്ട് വറുത്തെടുക്കാം. എനിക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ പരത്താട്ടോ, ഞാനിപ്പോൾ ഇത് വടയുടെ ഷേപ്പാക്കിയെന്ന് മാത്രമല്ല. നമുക്കിനി ഇത് ഫ്രൈ ചെയ്തെടുക്കാം. അതിനായിട്ട് ഞാൻ പാൻ അടുപ്പത്ത് വെച്ച് കുക്കിംഗ് ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഓരോരോ വടകൾ ഇട്ട് കൊടുക്കാം. പ്രത്യേകം ശ്രദ്ധിക്കണം, ഇത് മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഫ്രൈ ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ അത് ഉള്ളു വേവില്ല. ഇപ്പോൾ ഒരു 10 മിനിറ്റ് ആകുമ്പോൾ നമുക്കിത് മറിച്ചിടാം. അത് ചെറിയ തീയിൽ തന്നെ വേവിക്കണം കേട്ടോ, അല്ലെങ്കിൽ അത് ഉള്ളു വേവാതെ വരും. റവയൊക്കെ നല്ലോണം വേവാനുണ്ട് അതിൻ്റെ ഉള്ളിൽ. അങ്ങനെ വേവിക്കാം. ഒരു 10 മിനിറ്റോളം വെന്തതിന് ശേഷം മാത്രമേ മറിച്ചിടാൻ പാടുള്ളൂ കേട്ടോ, അല്ലെങ്കിൽ അത് പൊടിഞ്ഞു പോകും. അപ്പോൾ ഇതേ കണ്ട, അപ്പോൾ പൊടിയില്ല കണ്ട. ഒരു ഭാഗം നല്ലോണം ഒന്ന് വെന്ത് കഴിഞ്ഞിട്ട് മറിച്ചിട്ടാൽ പൊടിയാതെ കിട്ടും. നമുക്കിപ്പോൾ ഇതൊരു ഗോൾഡൻ കളറാവുന്നുണ്ട്. അപ്പോൾ നമുക്കിനി ഇതിൽ നിന്ന് എടുത്ത് മാറ്റാം, അധികം ക്രിസ്പി ആക്കണ്ട. ഇപ്പോൾ നമ്മുടെ റവയും ഉരുളക്കിഴങ്ങും ഒക്കെ ചേർത്തിട്ടുള്ള ഒരു വിഭവം ശരിയായിട്ടുണ്ട്. സ്നാക്സ് നല്ല ടേസ്റ്റാണ്. റവയുടെ കൂടെ ആ തൈരൊക്കെ ചേർന്നപ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. സോസോട് കൂട്ടിയാ അല്ലെങ്കിൽ നമുക്ക് അങ്ങനെയൊക്കെ കഴിക്കാവുന്ന ഒരു വിഭവമാണ്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക, അതിൻ്റെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. മറ്റൊരു ദിവസം മറ്റൊരു കുക്കിംഗ് വീഡിയോ ആയിട്ട് കാണാം. അതുവരെ ഗുഡ് ബൈ.